അസ്സലാമലൈക്കും. സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ബീഫ് വരട്ടിയത് ഒരു പ്രത്യേക വെറൈറ്റിയിലാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് വരട്ടിയതാണ്. ഇത് എല്ലാത്തരം പലഹാരത്തിനുടെയും ബെസ്റ്റ് കോമ്പിനേഷനായി വരും. നമ്മുടെ നെച്ചോറിനോടൊപ്പം അരിപ്പത്തിരി, പെറോട്ട, ചപ്പാത്തി എന്നിവയുടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു ബീഫ് വരട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിന് വേണ്ടി ഒരു 3 കിലോ ബഫല്ലോ മീറ്റ് ഞാൻ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഒരു സ്ട്രെയിനർ കൂടി ഒന്ന് തോരാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഇറച്ചിക്ക് ആവശ്യമായ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇതാ ഒരു 3/4 കിലോ ചെറിയ ഉള്ളി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഒരു കുക്കർ നമുക്ക് എടുക്കാം. ഇതിലേക്ക് നമുക്ക് സ്ട്രെയിനറിൽ ഊറ്റി വെച്ചിരിക്കുന്ന മീറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ കൈപ്പിടി അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ കാണും. ഇത് നമുക്ക് നമ്മുടെ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയിൽ നിന്ന് ഒരു 3 പീസ് ഇഞ്ചി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 100 ഗ്രാം വെളുത്തുള്ളിയും കൂടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 50 ഗ്രാം ഓളം വരും കേട്ടോ. പിന്നെ ഒരു 5 പച്ചമുളകും ചേർത്ത് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും സാദാ മുളകും കൂടി ചേർത്ത് പൊടിച്ചതാണേ. ഒരു 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കൂടുതലങ്ങ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ കമർപ്പുണ്ടാവും. ഇനി 1.5 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഗരം മസാല എന്ന് പറയുമ്പോൾ ഇതിലേക്ക് പെരിഞ്ചീരകം, കറുവപ്പട്ട, ഗ്രാമ്പ്, ഏലക്ക, ജാതിപത്രി എന്നിവ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് പൊടിച്ചെടുത്ത ഗരം മസാലയാണേ. അപ്പോൾ ഇതൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ചിട്ട് കൊടുത്ത് എല്ലാം കൂടി ഇതൊന്ന് വേവിച്ചെടുക്കും കേട്ടോ. പിന്നീട് ലാസ്റ്റ് നമ്മൾ വീണ്ടും നമ്മൾ മസാലയൊക്കെ വേണമെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് ഇട്ട് കൊടുത്ത മസാലയും ഉപ്പും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഈ ഇറച്ചിയുമായിട്ട് നന്നായിട്ട് പിടിച്ച് വരത്തക്ക വിധത്തിൽ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിൽ നിന്ന് ഒരു 1/4 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മസാലകളൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇതിലേക്ക് ഇതിൻ്റെ മീതിയായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ചേ ഇട്ട് വേവിക്കുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിലിട്ട്. അപ്പോൾ ഒരു 1/4 ഭാഗം നമുക്കിതിലേക്ക് നീക്കിയിട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് ഗ്യാസിൽ വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 വിസിൽ കേക്കൊന്ന് വേവിച്ചെടുക്കണം. ഓരോരുത്തരുടെയും കുക്കറിൻ്റെ വേവ് പല രീതിയിലാണ്, അതനുസരിച്ച് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. 5 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 5ാമത്തെ വിസിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഇനി ഇതൊന്ന് പ്രഷർ മാറുന്നത് വരെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് ആ പ്രഷർ ഇരുന്ന് തന്നെ വീണ്ടും വേവണം. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം പ്രഷറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു ഭാഗത്തോട്ട് ഇരിക്കട്ടെ. ഇനി നമുക്കൊരു മൂട് കട്ടിയുള്ളൊരു അലായി ഉരുളി അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് ഒരു 250 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ബാക്കി വന്ന ഇഞ്ചി ഒന്ന് നീളത്തിൽ അരിഞ്ഞതും വൃത്തിയാക്കി കഴുകി മാറ്റി വെച്ചിരിക്കുന്ന 50 ഗ്രാം വെളുത്തുള്ളിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
വെളുത്തുള്ളി അരിഞ്ഞൊന്നും എടുത്തിട്ടില്ല കേട്ടോ, അത് മുഴുവനായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ രണ്ടും ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് മൂത്തൊക്കെ വരുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്ലേവർ നമ്മുടെ ഇറച്ചിയിലേക്ക് പിടിച്ചെടുക്കും. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമ്മൾ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുക്കുക. പിന്നെ കട്ടി കുറഞ്ഞ ഉരുളിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ആയാലും അടിയിൽ പിടിക്കില്ല. നമ്മൾ ഇട്ട് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം പകുതി മൂപ്പായി വരണം. അപ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഒരു പകുതി മൂപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നാടൻ കറിവേപ്പിലയാണ് കേട്ടോ. ഇനി കുറച്ച് കടയിൽ നിന്ന് വാങ്ങിച്ച കറിവേപ്പിലയും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 100 ഗ്രാം കാശ്മീരി മുളകാണ്. അത് നമുക്ക് ഒരു 3-4 ഇതായിട്ട് പൊട്ടിച്ചിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ക്രിസ്പി ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടണം. അതിനുശേഷം എല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ചെറിയ കിളിലിപ്പ് കേട്ടില്ലേ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതാ എണ്ണയിൽ നിന്ന് ഞാൻ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയിരുന്ന ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. ഈ ചെറിയ ഉള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക, ആ ഉള്ളിയിലൊന്ന് പിടിച്ച് വരാനാണ്. അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയിൽ നിന്ന് ഇറങ്ങി വന്ന ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ വരട്ടിയെടുക്കുന്നതിന് വേണ്ടി ബീഫ് കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ഒരു 65% മാത്രമേ വെന്ത് കിട്ടാവൂ കേട്ടോ. ബാക്കി നമ്മൾ വെള്ളം വറ്റിച്ച് വരട്ടിയെടുക്കും തോറുമാണ് വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് ഒന്ന് വേറെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ സ്റ്റോക്ക് നമുക്ക് നമ്മുടെ വഴറ്റിക്കൊണ്ടിരിക്കുന്ന ഉള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല കുറുകി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് 5 മിനിറ്റൊക്കെ ആയപ്പോൾ ഗ്രേവി നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ഇട്ട് കൊടുക്കണം. ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് മൂത്ത് കിട്ടും കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയും കിട്ടും. അപ്പോൾ നേരത്തെ നമ്മൾ 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കറുവപ്പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക.
ഇതിൻ്റെ എല്ലാം പച്ചമണമൊന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ ഇതാ നമ്മുടെ മസാലയുടെയൊക്കെ പച്ചമണമൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ലോയ്ക്കും മീഡിയത്തിനും ഇടയിലുള്ള ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. 5 മിനിറ്റ് ഇടവിട്ട് നന്നായിട്ടൊന്ന് അടിതാത്ത് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ മധ്യഭാഗത്ത് വെച്ച് ഇതൊന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ് കേട്ടോ. ഇനി ഇളക്കി കൊടുത്തത് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് കിട്ടാറായിട്ടുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് അതൊന്ന് വറ്റി കിട്ടും. ഇപ്പോൾ എല്ലാം കൂടി ഒരു അരമണിക്കൂറായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറോളം ഇളക്കി കൊടുത്തപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഇളക്കി കൊടുത്തിട്ട് ഒരു ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് അത്യാവശ്യം നെയ്യൊക്കെ ഉള്ള മീറ്റായിരുന്നു, അതുകൊണ്ട് ഓയിൽ അധികം ഒഴിച്ചു കൊടുക്കേണ്ടി വന്നില്ല. ആദ്യം 250 ഗ്രാം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇപ്പോഴാണ് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. നല്ല മണമുണ്ട് കേട്ടോ ഈ സമയം. പ്രത്യേകം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കറിവേപ്പിലയും ഇതൊക്കെ പ്രത്യേകം നമ്മൾ മൂപ്പിച്ചെടുത്തത് കൊണ്ട് ഇത് ചേർക്കുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഈ ബീഫ് വരട്ടിയതിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഗൾഫിലൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തിരിക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് വരട്ടിയെടുത്താൽ ഇത് എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും കേട്ടോ. നല്ല ടേസ്റ്റുമായിരിക്കും. ഈ ബീഫ് വരട്ടിയത് എത്ര ദിവസം ഇരുന്നാലും ഒരു കേടും വരത്തില്ല. നമ്മൾ ചൂടാക്കും തോറും ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ വിദേശത്തൊക്കെ നിൽക്കുന്നെങ്കിൽ ഇതുപോലെ ഒന്ന് ബീഫ് വരട്ടി കൊടുത്തയച്ചാൽ ഒരു കേടും കൂടാതെ തന്നെ എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നു കൊള്ളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോ ഇടണമെന്നുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്കെത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള വിജയം. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.